വികസന കുതിപ്പിന് ഇടർച്ചയില്ലാത്ത തുടർച്ച. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾക്ക് LDF നൽകുന്ന ഉറപ്പാണിത്. എം സ്വരാജിന്റെ വ്യക്തിത്വത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് പുറമെ 9 വർഷമായി തുടരുന്ന LDF സർക്കാർ നിലമ്പൂരിൽ ഉൾപ്പെടെ വരുത്തിയ മാറ്റം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാണ്. നിലമ്പൂരിൽ UDF ഭരണത്തിലുണ്ടായിരുന്ന 2011 മുതൽ 2016 വരെയുള്ള കാലത്തെ വികസനവും പിന്നീട് LDF സർക്കാർ വന്നതിനു ശേഷം നടന്ന വികസനവും ജനങ്ങൾ വിലയിരുത്തും. UDF വിജയിച്ചു വന്ന 35 വർഷത്തെ വികസന മുരടിപ്പിൽ നിന്ന് പുതിയൊരു നിലമ്പൂരിനെയാണ് കഴിഞ്ഞ 9 വർഷം കാണാനായത്. 227 കോടി രൂപ ചെലവിൽ നിലമ്പൂർ ബൈപ്പാസ് പണിയുന്നത് LDF സർക്കാരാണ്. പൂക്കോട്ടുപാടം, കാളികാവ്, കരുവാരക്കുണ്ട് റോഡ്, മുണ്ടേരി റോഡ്, മൂലേപ്പാടം റോഡ് എന്നീ 3 റോഡുകളുടെ വികസനത്തിനായി മാത്രം കിഫ്ബി വഴി 307 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നിലമ്പൂർ മിനി സ്റ്റേഡിയത്തിന് 18 കോടിയും മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിന് 41.31 കോടി രൂപയും LDF സർക്കാർ ചെലവഴിച്ചു. പ്രളയ ധനസഹായമായി 154.76 കോടിയാണ് നൽകിയത്. ആദിവാസി നഗരങ്ങളുടെ വൈദ്യുതീകരണത്തിന് 4.92 കോടിയും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 15 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വീടുകൾ, പട്ടയങ്ങൾ ഇങ്ങനെ 9 വർഷത്തെ LDF ഭരണത്തിൽ 1800 കോടി രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂരിന് അനുവദിച്ചത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉയർത്തിക്കാട്ടാനാകും. തെരഞ്ഞെടുത്ത ജനപ്രതിനിധി തങ്ങളെ വഞ്ചിച്ചിട്ടും സർക്കാരിനൊപ്പം ജനങ്ങൾ നിൽക്കുന്ന കാഴ്ച പ്രകടമാകുന്നത് ഈ വികസനത്തിന് തുടർച്ചയുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. അതിന്റെ തെളിവാണ് രാഷ്ട്രീയ ഭേദമന്യേ എം സ്വരാജിന് നിലമ്പൂരുകാർ നൽകുന്ന സ്വീകരണങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപന നിമിഷം മുതൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെമ്പാടും വൻ സ്വീകാര്യതയാണ് LDFന് ലഭിക്കുന്നത്. നാടാകെ ഒഴുകിയെത്തിയ മണ്ഡലം കൺവെൻഷനും റോഡ് ഷോയും LDF പ്രവർത്തകരെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ്.